മുല്ലപ്പെരിയാർ അണക്കെട്ട് ഡീകമ്മീഷൻ ചെയ്യണമെന്ന ഹർജിയിൽ ഇതാ നോട്ടീസ്. സുപ്രീം കോടതിയാണ് നോട്ടീസ് അയച്ചത്. സേവ് കേരള ബ്രിഗേഡ് എന്ന സംഘടനയാണ് ഹർജി ഫയൽ ചെയ്തിരുന്നത്. വിഷ്ണു തലവൂർ വിവരങ്ങളുമായി ചേരുകയാണ്. വിഷ്ണു, എന്തൊക്കെയാണ് സുപ്രീം കോടതിയുടെ നിർണായകമായ നീക്കങ്ങൾ? സേവ് കേരള ബ്രിഗേഡ് എന്ന് പറയുന്ന സംഘടനയാണ് ഇപ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ട് ഡീകമ്മീഷൻ ചെയ്യണമെന്നും പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത്. പക്ഷേ ആ ഹർജിയിൽ ഇപ്പോൾ സുപ്രീം കോടതി സർക്കാരുകൾക്ക് നോട്ടീസ് അയക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഇത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വെച്ചതിൽ മറുപടി തേടിക്കൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി സർക്കാരുകൾക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് സുപ്രീം കോടതി ഒരു പുതിയ സൂപ്പർവൈസറി കമ്മിറ്റിയൊക്കെ തന്നെ നിയോഗിക്കുകയും ഇരു സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഡിസ്പ്യൂട്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ചർച്ച ചെയ്യണം എന്നതടക്കമുള്ള കാര്യങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് പുതിയൊരു സൂപ്പർവൈസറി കമ്മിറ്റിയെ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് സുപ്രീം കോടതി നിയോഗിച്ചത്. എന്തായാലും അതിനൊക്കെ പിന്നാലെയാണ് ഇത്തരത്തിൽ നിലവിലെ അണക്കെട്ട് സുരക്ഷിതമല്ല, അതുകൊണ്ട് അത് ഡീകമ്മീഷൻ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും സേവ് കേരള ബ്രിഗേഡ് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത്. അജിൽ ഷാ, തീർച്ചയായും. കാരണം ഈ അണക്കെട്ടിൻ്റെ ദുർബലാവസ്ഥ, പഴക്കമൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് നിരവധി പ്രക്ഷോഭങ്ങൾ ഉണ്ടായത്. പക്ഷേ അത് ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഒരു ഡിസ്പ്യൂട്ടിൻ്റെ സ്വഭാവം രൂപം കൊള്ളുന്ന ഘട്ടത്തിൽ ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ ചർച്ച ചെയ്ത് തീരുമാനം ആകുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നൊരു വേളയിൽ കൂടിയാണ് ഇത്തരത്തിലൊരു ഹർജി കൂടി എത്തുന്നത്. ഇപ്പോൾ ഡീകമ്മീഷൻ എന്ന ആവശ്യം ഉന്നയിച്ചുള്ള ഹർജിയിലാണ് ഇത്തരം ഒരു നോട്ടീസ് നീക്കവും സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നതിനെ ഏത് തരത്തിലാണ് കാണേണ്ടത്? നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്ന വിവരങ്ങൾ കൂടിയൊന്ന് ക്രോഡീകരിച്ചാൽ വിഷ്ണു തലവൂർ. അഹിംസത എന്തായാലും ഈ സേവ് കേരള ബ്രിഗേഡ് നൽകിയ ഹർജിയിൽ വാദമുകളൊന്നും തന്നെ കോടതിയിലേക്ക് എത്തിയിട്ടില്ല. നിലവിൽ ഇത്തരത്തിൽ ഹർജി സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് എത്തുന്നു. ഹർജി സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് എത്തിയ ഒരു സാഹചര്യത്തിൽ തുടർ വാദങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി സംസ്ഥാന സർക്കാരുകൾക്ക് തന്നെ നോട്ടീസ് അയച്ചിരിക്കുന്നത്. അവർക്ക് കൂടി അഭിപ്രായം കേട്ടുകൊണ്ടായിരിക്കും തുടർവാദമടക്കം നടക്കുക. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു ഹർജി അത് നിർണായകമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം വിഷ്ണു തലവൂരാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്.